അദ്ദേഹം വലിയ ഒരു പോരാളിയായിരുന്നു, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് കൂടെ എത്ര ആളുകളുണ്ട് എന്നുള്ളത് പ്രധാനമല്ല. അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ആളുകളെയല്ല, അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ആളുകളെയാണ് അദ്ദേഹം ഏത് സമയത്തും ചിന്തിച്ചിരുന്നത്. കാരണം പിന്നിലുള്ളവർ ഒരുപക്ഷെ പിന്നിൽ നിന്ന് കുത്താൻ സാധ്യതയുണ്ട്, ഒളിപെട്ട് വെട്ടാൻ സാധ്യതയുണ്ട്, കാലുവാരാൻ സാധ്യതയുണ്ട്. പക്ഷേ മുന്നിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ വിശ്വാസമുണ്ട്, അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം. അദ്ദേഹം 100% ജനകീയനായ, പാർട്ടിക്കാർക്ക് പ്രിയങ്കരനായ ഒരു സഖാവായിരുന്നു. പലപ്പോഴും പലതരത്തിലുള്ള ഒളിവെട്ടുകൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. മാരാരിക്കുളത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് 2006 തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നിഷേധിച്ചു. അതിനെ അദ്ദേഹം അതിജീവിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ചരിത്ര വിജയം നേടി. അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷവും മന്ത്രിസഭാ സഹപ്രവർത്തകരടക്കം അദ്ദേഹത്തെ പലതരത്തിലും തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തിന് പൂച്ചുവിലങ്ങുന്ന അടവലങ്ങ് വിട്ട് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ പല വേദികളിലും പല രീതിയിലും പലരും അവഹേളിച്ചു. അദ്ദേഹത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സംഭവമുണ്ടായി. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അപൂർവ വേദികളിൽ മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ രണ്ട് മീറ്റിങ്ങുകൾ അദ്ദേഹത്തിന് അനുഭവിച്ചുള്ളൂ. ഒന്ന് പള്ളുരുത്തിയിലും മറ്റത് വൈറ്റിലയിലും. അങ്ങനെ അദ്ദേഹത്തിന് മാറ്റി നിർത്താനുള്ള ശ്രമമുണ്ടായി. 2011 വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കാൻ ഉള്ള നീക്കമുണ്ടായി. 2016 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിച്ച് മറ്റൊരു ആളെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് തിക്താനുഭവങ്ങൾ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. മാത്രമല്ല, ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ആരും ഓർമ്മിക്കാത്ത ഒരു കാര്യം കൂടി, ഈ 91 സമയത്ത് 91-96 കാലത്ത് തന്നെ വലിയ പ്രതിസന്ധികൾ നേരിട്ട ആളാണ് അദ്ദേഹം. അത് EMS നമ്പൂതിരിപ്പാടിന് തന്നെ അദ്ദേഹത്തോട് വിപ്രതിപത്തി തോന്നിയ ഒരു കാലഘട്ടം അതിന് മുമ്പുണ്ടായിട്ടുണ്ട്. അന്ന് ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണ്ടായിരുന്നു. പക്ഷേ അന്ന് ബംഗാൾ ഘടകത്തിൻ്റെ, പ്രത്യേകിച്ച് ജ്യോതി ബസുവിൻ്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം പിടിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ ഗൗരിയമ്മയെ പുറത്താക്കിയത് തന്നെ സത്യത്തിൽ ഗൗരിയമ്മ പ്രകോപിതയായി പ്രതികരിക്കും. അപ്പോൾ ഗൗരിയമ്മയെ അച്യുതാനന്ദൻ പിന്തുണയ്ക്കും. ആ സമയത്ത് ഗൗരിയമ്മക്കൊപ്പം അച്യുതാനന്ദനെ പുറത്താക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാരിക്കുഴി കുഴിച്ച നേതാക്കന്മാർ ഇപ്പം മിക്കവരൊക്കെ തന്നെ കാലയവനിയേക്ക് പിന്നിൽ മറിഞ്ഞു. ഞാൻ അവരുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ അന്ന് VS അതിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടു. ഗൗരിയമ്മ 94 പാർട്ടിക്ക് പുറത്തായി. 96 അച്യുതാനന്ദൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ഇതിനൊക്കെ പുറകിൽ വലിയ ആസൂത്രണവും ഗൂഢാലോചനയും ഒക്കെ ഉണ്ട്. പിന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മറുഭാഗത്തേക്ക് പോയി അവർ അവിടെ പ്രബല ശക്തികളായിട്ട് മാറി ഇദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് സത്യം. പക്ഷേ VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജനകീയമായ അംഗീകാരത്തിന് ഇതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ കിട്ടി. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ്, പണ്ടൊക്കെ ആളുകൾ പറഞ്ഞത് PT ചാക്കോ ആണെന്നാണ്. PT ചാക്കോ വലിയ പാർലമെൻറ്റേറിയനായിരുന്നു. പക്ഷേ ജനകീയമായ അംഗീകാരം, പാർലമെൻ്ററി എക്സ്പീരിയൻസും രണ്ടും വെച്ച് നോക്കുമ്പോൾ, അത് മാത്രമല്ല ദീർഘകാലം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നത് VS ആണ്. VSൻ്റെ ഒരു ദൗർഭാഗ്യമെന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഏറെക്കുറെ പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ്.